നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സർ, പലവട്ടം അവൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ചെറുത്തു നിന്നു. അതൊക്കെ ഇപ്പൊ പറയുന്നതല്ലേ. അവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് എന്താ തെളിവ്? നല്ല ന്യായം സർ. സാറിന് തെളിവ് കിട്ടാൻ വേണ്ടി ഇവൾ ആ ദുഷ്ടന് വഴങ്ങണമെന്നായിരുന്നോ സാർ ഈ പറഞ്ഞു വരുന്നത്? സ്വന്തം ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടി ഒരു പെണ്ണൊരാളെ കൊന്നാലും കോടതി അനുഭാവപൂർവം പെണ്ണിന്റെ ന്യായം കേൾക്കും. എന്നിട്ടും സാർ ഇവളെ വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ തന്ന പരാതിയല്ല ഞാൻ അന്വേഷിക്കുന്നത്. ഇത് വധശ്രമ കേസാ. ആ കേസിൽ ശിവാനി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. മനഃപൂർവ്വമുള്ള നരഹത്യാ ശ്രമമെന്ന് സാറ് പറഞ്ഞത് തെറ്റാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ്, അതാണ് നടന്നത്. നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കുവാണോ? എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അല്ല എങ്കിൽ ഞാൻ ഏട്ടനെ വിളിച്ച് SP സാറിനെ കൊണ്ട് വിളിപ്പിക്കാം. ഈ വിരട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. പയ്യന്റെ അച്ഛൻ അതിലും സ്ട്രോങ്ങാ. ഓ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിങ്ങളെക്കാളും പിടിപാടുണ്ട്. ഓഹോ, അപ്പൊ അതാണ് കേസ് ശിവാനിക്കെതിരെ തിരിയാനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്നതൊക്കെ ഞാൻ ഉടനെ മീഡിയ അറിയിക്കും. അവർ പൊതുജന മധ്യത്തിൽ സാറിനെ പച്ചയ്ക്ക് കത്തിക്കും. എങ്കിൽ വേഗം വിളിക്കേ. നടന്നത് എന്താണെന്ന് ഞാൻ തന്നെ മീഡിയയോട് വിശദീകരിക്കാം. നിങ്ങളെല്ലാവരും പുറത്തിറങ്ങിക്കേ. ഇനി ഇവിടെ നിന്ന് വാചകം അടിച്ച ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് എല്ലാത്തിന്റെയും പേര് കേസ് ചാർജ് ചെയ്യും. സർ, എന്റെ മോള് കോടതി കയറുമെന്ന് എനിക്ക് ബോധ്യമായി. അവളുടെ പ്രായം പരിഗണിച്ച് മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചെന്ന് കേസെടുക്കരുത് സർ. സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് കേസെടുത്തോളൂ സർ. നിങ്ങളോടൊക്കെ പുറത്തിറങ്ങാനാണ് ഞാൻ പറഞ്ഞത്.